ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ അനിയത്തിൻ്റെ കല്യാണരാവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, കല്യാണത്തിലേന്നായതുകൊണ്ട് തന്നെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഡ്രസ്സും കൂടിയൊക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ടൗണിൽ പോയി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതാ ഹൈലൈറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഷോപ്പ് ഇങ്ങനെ നോക്കുകയാണ്, എവിടെ പോകേണ്ടതെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പറയുന്നു മെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, അവിടെ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അങ്ങോട്ട് തിരഞ്ഞു പോയോണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടേനി. അപ്പോൾ നമ്മളടുത്ത് പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ. അങ്ങനെ കല്യാണ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കണ്ടായിരുന്നു. അങ്ങനെ കല്യാണ വൈബ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതാ ഒരു വിഭാഗം മെഹന്തി ഇട്ടിട്ട് ഇതാ പഞ്ചസാര വെള്ളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ മെഹന്തി ഇടാൻ ഇങ്ങനെ കൈയിട്ട് കൊടുക്കണത്. പക്ഷെ പൊയോട്ടി ഇവിടെ ഇല്ല കേട്ടോ, പൊയോട്ടി മെഹന്തി ഇടാൻ വേറെ വീട്ടിൽ പോയതാണ്. അങ്ങനെ ഇതാ ഞാനും മെഹന്തി ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതാ ഓരോ ഡിസൈനും ചെറിയ മക്കളാട്ടോ ഇത് ഇട്ടിരുന്നു. അപ്പോൾ ഇതാ കല്യാണ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഫുള്ള് പണിക്കാരായതുകൊണ്ട് നമ്മൾ മേലെ എളാപ്പൻ്റെ വീട്ടിൽ നിൽക്കേനു. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ മെഹന്തി ഇട്ടുകൊണ്ട് തന്നെയാണ്. നൈറ്റ് ആയിട്ടുണ്ട്. ഓരോരുത്തർ ഇതൊക്കെ അടുന്ന് കവുന്ന് വീണിട്ടുണ്ട്. രണ്ട് കൈയും മെഹന്തി ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇട്ടോരെന്നെ പിന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ എല്ലാവരും ഉറങ്ങാൻ നല്ല ലേറ്റായി. അപ്പോൾ മെഹന്തി ഇട്ടവരത് ഏകദേശം ഉണങ്ങി റെഡി ആകുമ്പോൾ ഇടാത്തവർക്ക് ഓരോ ഭാഗം ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതാ ഓരോ കൂട്ടർ പഠിക്കണുണ്ട്. നാളെ എക്സാമാണ്, പൊതുപരീക്ഷയാണ്. മദ്രസയിൽ മേലായിട്ട് പഠിക്കുന്നുണ്ട് ഒരു ടീം. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ മെഹന്തി. ബ്രൈഡിൻ്റെ മെഹന്തി ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് ആയിട്ടിട്ടാ ഇങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ് കല്യാണ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ ലാസ്റ്റ് ഫിനിഷിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മമ്മ ദാ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഫുള്ള് കല്യാണത്തിന് ഒരുങ്ങി സെറ്റ് ആയോണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരെ കിച്ചണിലോട്ട് പോയി. അപ്പം ഇനി ഉച്ചക്കുള്ള പ്രിപ്പറേഷനിലായിരുന്നു എല്ലാവരും കൂടി. അപ്പോൾ ഇവിടെ ഒരു ഭാഗം നല്ല തട്ടലാട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്കുള്ള മൊത്തം സാധനം ഇവിടെ ആക്കിയിട്ടുണ്ട്. 20 പണിക്കാരും പിന്നെ നമ്മളും വീട്ടുകാരും എല്ലാവർക്കും കൂടി ഒറ്റ കറി അങ്ങോട്ട് വെച്ചിട്ടോ. എന്നാൽ പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കണ്ട, അരിച്ച ഒരു ഭാഗത്ത് ഇതാ തേങ്ങ വറക്കുന്നുണ്ട്. ഒന്ന് കാണണമായി അപ്പോൾ ഉണ്ട് ബത്തക്കക്കാരൻ ബത്തക്ക തിന്നു കാണാം. എന്നാൽ നമുക്കൊരു പീസ് കടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഓക്കെ നൂന്താത്തയാണ് ഇതിട്ട് കൊടുത്തത്. പിന്നെ നെപ്താത്ത രണ്ട് കൈക്കും മൈലാഞ്ചിട്ടു. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ കാണാതെ നോക്കിയപ്പോൾ എന്താ മക്കൾസ് എടുത്തിട്ട് വ്ളോഗ് ഒരു ഡിലേ ചെയ്യാൻ തുടങ്ങിട്ടോ. പിന്നെ ഞാൻ മേടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കഴിക്കുന്നുള്ളൂ, പൊറാട്ടയും കറിൻ്റെയും. ഓരോരുത്തർ ഇങ്ങനെ വരലും കഴിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ അതാ വിഷു ആയിരുന്നല്ലോ, വിഷു ആയതുകൊണ്ട് ഒരു വിഭാഗം സദ്യ കഴിക്കണ വീഡിയോസ് അങ്ങനെ വിട്ട് നുണപ്പിക്കുന്നുണ്ട്. പായസത്തിലതാ പപ്പടം പഴയൊക്കെ കുഴച്ച് തിന്നാ കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ കല്യാണ വീട്ടിൽ ഒരു നല്ല വൈറ്റും ഒരു ഗ്രേ അടങ്ങിയൊരു ഗ്രീൻ കോമ്പിനേഷനിലാണ് കേട്ടോ മൊത്തം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഓവറോൾ കാണാൻ. അങ്ങനെ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സ് ഇടുക എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നുകൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് കല്യാണ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. കല്യാണ വീട് നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് ഇതാ ഫുഡിനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡ് ഇതാ ഇവിടെ മേലെ വീട്ടിലായിരുന്നു. അതിൻ്റെ ഏരിയ ഒക്കെ വാസ്റ്റാണ്, ഒക്കെ ഫുള്ള് സെറ്റാണ്. ഞാൻ ഉറങ്ങേനി എന്തോ പറ്റിയ
വീഡിയോ ഒക്കെ നടന്നു വരും. എന്താ പുതുക്കം വന്നാണത്? അല്ല പുതുക്കം വന്നാ അപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നല്ല ചിക്കൻ ബിരിയാണിയും. അപ്പോൾ അത് കഴിച്ചിട്ട് വേണം അടുത്ത പാട്ടിലൊക്കെ കൂടാൻ. അപ്പം പുറത്ത് മുട്ടിപ്പാട്ട് നല്ല ജോറായി നടക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മമ്മക്ക് ഇത് അമ്മമ്മൻ്റെ സപ്ലിമെൻ്റ് ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അപ്പം ഉമ്മമ്മക്ക് പേരക്കുട്ടി ഇതാ സപ്ലിമെൻ്റ് കൊടുക്കുന്നു. ഫ്ലാക്സ് ഓയിൽ, ഗ്യാനോഡർമ, അയണും. ഇത് 3 നൈറ്റ് കഴിക്കാനുള്ള അമ്മമ്മ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ മക്കളെ ഡാൻസ് ഒരു രക്ഷയില്ല. അവരൊരു മ്യൂസിക് ഇട്ട് കൊടുത്താൽ പിന്നെ ഓരോ ഡാൻസ് ആയിട്ട് അങ്ങോട്ട് ഏറ്റെടുത്തോളും. പിന്നെ ഫാമിലി പ്രോഗ്രാമായി മുട്ടിപ്പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫാമിലിയിൽ തന്നെ എല്ലാവരും പാട്ട് പാടലും ഡാൻസ് കളിക്കലും അത് നല്ല വൈബേന് കേട്ടോ. അപ്പോൾ അടുത്ത ഡാൻസ് അങ്ങനെ പോയൊക്കെ ഉണ്ട്. മുന്നോട്ട് ക്ഷീണിക്കില്ല. അവിടെ ഡാൻസ് പാട്ട് നടക്കുമ്പോൾ ഇവിടെ ആ മുത്തുവാ ഡാൻസൊക്കെ കഴിഞ്ഞാൽ പാട്ടിട്ടപ്പോൾ ഓരോരുത്തർ ഒപ്പന കളിക്കൽ തുടങ്ങിട്ടോ. പുതിയെണ്ണൊന്നുമില്ല, പുതിയെണ്ണോടെ പുറത്തോടെ തോന്നണേ. അപ്പോൾ കിട്ടിയോലെ വെച്ചിട്ട് പുയോട്ടിയാക്കിയിട്ട് അങ്ങനെ ഒപ്പന കളിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ആരോ പറഞ്ഞു പുതിയെണ്ണനെ നടുവിലിരുത്തി പറഞ്ഞാൽ പുതിയെണ്ണനെ വലിച്ചുകൊണ്ടെന്ന്. പുതിയെണ്ണ ആകെ ടയേർഡായിരുന്നു കേട്ടോ. ഒരു വിത്തായിട്ടുണ്ട്, പാവാണ്. അങ്ങനെ ഓളെ നടുവിലിരുത്തി എല്ലാവരും ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും ബ്ലാക്ക് ഇട്ടപ്പോൾ അവർ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വരുന്നവരൊക്കെ ബ്ലാക്ക് ഇട്ട് ഇങ്ങനെ കണ്ടപ്പോൾ. അപ്പോൾ അതാ ലാസ്റ്റ് ആയപ്പോൾ അതാ എല്ലാവരും കൂടി കളിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ഭംഗിയുണ്ടേ. അപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല, കാരണം ലെങ്ത് ആയാൽ പിന്നെ ഇത് ബോറടിക്കും. അപ്പോൾ കുറേ പ്രോഗ്രാംസ് കാര്യങ്ങളും പിന്നെ നമ്മൾ ചില്ല് ചെയ്യുക. അപ്പോൾ എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയുള്ള ഇനി കല്യാണ രാവിൻ്റെ വീഡിയോ. സോ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.